പേട്രിയറ്റ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന മഹേഷ് നാരായണൻ ചിത്രം. അതിനകത്ത് കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാരയുണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റുമായിട്ട് വരുന്നൊരു സിനിമയാണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റുള്ള ഒരു സിനിമയാണ്. ഇത് ആക്ച്വലി ഈ മാസം റിലീസാകേണ്ടതായിരുന്നു. പക്ഷേ മെയ് 1 അത് പോസ്റ്റ്പോൺ ചെയ്തു. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കാദ്യം ഇത് കാണാം. എന്താ പറയുക, നമ്മുടെ ഫാഫയാണ് ഇതിനകത്ത് വില്ലൻ റോൾ ചെയ്യുന്നത്. എന്താണ് മമ്മൂക്കിനകത്തൊരു യൂട്യൂബറായിട്ടൊക്കെയാണ്, യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. മഹേഷ് നാരായണൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ബിഗ്ഗും കുറേ നാളുകൾക്ക് ശേഷം അവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പോവാണ്. ആദ്യം ട്രെയിലർ കാണാം. നയൻതാര രേവതി. തുടക്കം തന്നെ കുറച്ച് മിസ്റ്റീരിയസ് സെറ്റപ്പാണ്. ഓക്കെ, അണ്ണനാണ് ഇതിനകത്തെ വില്ലൻ എന്നാണ് പറയുന്നത്. അതെ, ലാലേട്ടൻ മമ്മൂക്ക ഇതിനകത്തൊരു വ്ളോഗറാണ്. ഡേറ്റ പ്രൈവസി, ഡേറ്റ ലീക്കൊക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓ ഓക്കെ. ഇത് ആക്ച്വലി ഫസ്റ്റ് ടീസർ ഇറങ്ങിയ സമയത്തുള്ള വിഷ്വൽസാണ്. ട്രൈറ്റർ. ഇതൊരു ഫിക്ഷണൽ എന്നാൽ ഇൻസ്പയർഡ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്. ഇതിനകത്തൊരു മെയിൻ സത്യം പറഞ്ഞാൽ ഈ ട്രെയിലറിനെ വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോയല്ലോ. ഇത് തിയേറ്ററിൽ Do we have a deal? സുഷിൻ ശ്യാം. അമ്പോ, ഇത് മെയ് 1 ഇത് റിലീസാകുന്നത്. ആക്ച്വലി എന്താ പറയുക, ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ മോഡ് വരെ ഇതിൻ്റെ ഒരു കുറച്ച് പ്രഡിക്റ്റബിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്ത ഒരു കഥയൊന്നും മനസ്സിലായെന്നല്ല, എന്നാൽ പോലും അതിൻ്റെ ഒരു മേജർ തീം എന്ന് പറയുന്നത് റിവീലാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. അതെന്താണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ അതിനകത്ത് പിന്നീട് കഥയ്ക്കകത്ത് വലിയ ട്വിസ്റ്റ് ഇടുകയാണ്, അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓപ്പൺലി നമ്മുടെ ഒരു ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ ട്രെയിലർ കാണുന്ന പോലെ ഉള്ള എന്താ മെയിൻ ഐഡിയ നമുക്ക് തരുന്ന രീതിയിലുള്ള ട്രെയിലറാണ്. പക്ഷെ ഇതിൻ്റെ ഒരു
വേറെ ലെവലിലോട്ട് മാറിയത് ലാലേട്ടനെ കാണിക്കുന്നിടം തൊട്ട് ഇതിൻ്റെ ഒരു അത് കൊള്ളായിരുന്നു. ലാലേട്ടൻ്റെ ബിൽഡപ്പ് കൊണ്ടുവന്ന് അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു സിനിമയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യം കുറേ പ്രശ്നങ്ങൾ കാണിച്ച് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ലാലേട്ടൻ മമ്മൂക്കയും കൂടെ ചേർന്നിട്ട് ആ ഒരു ഫോഴ്സിനെ ഇല്ലാതാക്കുന്നൊരു സെറ്റപ്പായിരിക്കും. ഫഹദാണ് മെയിൻ വില്ലനായിട്ട് വരുന്നത്. പുള്ളിക്കാരൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്തോ ഒരു സോഫ്റ്റ്വെയർ ഓർ ഇത് ഡേറ്റ റിലേറ്റഡ് ആയിട്ട് വരുന്ന അതിൻ്റെ തട്ടിപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കഥയിലേക്കൊന്നും നമുക്ക് പോകണ്ട. പക്ഷേ ഒരു 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 ഫാൻസിനായിക്കോട്ടെ ഒരു നോർമൽ ഒരു സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തിയേറ്ററിൽ ഒരു 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 ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ എന്ന് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ഒരു ചേസ് സീക്വൻസ്, ഇതിൻ്റെ ഓഡിയോ വിഷ്വൽസ് ആൻഡ് സുഷിൻ ശ്യാം ഡെഫിനറ്റ്ലി അദ്ദേഹം കുറേ നാളുകാരുടെ എന്താണ് പറയുന്നത് ബ്രേക്കിലാണെന്ന് വന്നിട്ട് ചെയ്യുന്നൊരു പടമാണ്. അതിൻ്റെ ഉണ്ട് കേൾക്കാനുള്ള സെറ്റപ്പുണ്ട്. വിഷ്വൽ ആൻഡ് എടുത്തു പറയണം, വിഷ്വലും കിടുവാണ്. എസ്പെഷ്യലി ആ ചേസ് സീക്വൻസുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലായി ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഈ ഒരു ട്രെയിലറിന് കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് ഒരു പർട്ടിക്കുലർ ടൈം വരെ എന്തായിരിക്കും ഈ സിനിമയിൽ മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നുള്ളത് നമുക്ക് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മളെ ടീസ് ചെയ്യുന്ന രീതിയിലാണോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോകുമ്പോൾ ഒരു ടോട്ടലി വേറെ സെറ്റപ്പിൽ കഥ കൊണ്ടുവരാം. മഹേഷ് നാരായണൻ ആയതുകൊണ്ട് അദ്ദേഹം വേറെ ലെവലാണ്. അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലിന് ഭയങ്കര എന്താ പറയുക, ഇതുപോയിട്ട് ഒരു സിമിലർ ഒരു ഡേറ്റ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ഇത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൊറോണയുടെ ടൈമിൽ അദ്ദേഹം എന്താ പറയുക ഫുട്ടേജുകൾ മറ്റും മാത്രം ഒരു ഫാഫെ ദർശനയൊക്കെ നായികയായിട്ടുള്ള ഒരു സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ആ സിനിമയുടെ സെയിം തീമാണെന്നല്ല. സോ ഒരു ഡേറ്റ റിലേറ്റഡ് അങ്ങനത്തെ ഒരു ഡേറ്റ തട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഓണർ ഒരു മെയിൻ ഇത് അദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊരു ഫോഴ്സ്, രണ്ട് മെയിൻ ഫോഴ്സുകൾ തമ്മിൽ ലാലേട്ടൻ ഒരു പട്ടാളക്കാരൻ, പട്ടാളക്കാരനോ അല്ലെങ്കിൽ പട്ടാളക്കാരനോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം സഹായിക്കാൻ വരുന്നതായിട്ടാണ്. സോ ബിഗ്ഗം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഒരു നല്ല രീതിയിൽ മഹേഷ് നാരായണൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ കിടിലനൊരു ട്രെയിലർ തന്നെയാണ്. എനിക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രഡിക്റ്റബിലിറ്റി മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഒരു പ്രശ്നമല്ല, നമ്മൾ അങ്ങനെ ഒരു ഫ്രീ മൈൻഡിൽ തിയേറ്ററിലേക്ക് വരിക, ബാക്കിയൊക്കെ എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതാകാം. ഒരു നല്ല ഡീസൻറ്റ് ട്രെയിലർ തന്നെയാണ്. മഹേഷ് നാരായണൻ്റെ ഒരു കിടിലൻ പടം തന്നെ പ്രതീക്ഷിക്കാം. മെയ് 1 പടം വരുന്നത്. ഈ മാസം വരേണ്ടതായിരുന്നു, അത് ഒരു പോസ്റ്റ്പോൺ ചെയ്തതാണ്. സോ കിടിലൻ ട്രെയിലർ. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.